ഒരു സത്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കാർ 6 മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യുമല്ലോ. ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയ അന്ന് തന്നെ മാറ്റുമല്ലോ. പക്ഷേ നിങ്ങൾ അവസാനമായി ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് എത്ര വർഷമായി? നമ്മളിൽ ഭൂരിഭാഗം പേരും ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് ഒരേ ഒരു കാരണത്തിനാണ്. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അത്രയ്ക്ക് പല്ലുവേദന വരുമ്പോൾ അല്ലേ? അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയിട്ടുണ്ടാവും. ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ലോകാരോഗ്യ സംഘടനയും അമേരിക്കൻ ഡെന്റൽ അസോസിയേഷനും പറയുന്ന ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. ഓരോ 6 മാസം കൂടുമ്പോഴും ഒരു ഡെന്റൽ ചെക്കപ്പ് നിർബന്ധമാണ്. എന്തിനാണ് വേദന ഇല്ലാതെ പോകുന്നത്? കാരണം പല്ലിന്റെ അസുഖങ്ങൾ തുടങ്ങുമ്പോൾ വേദന ഉണ്ടാവില്ല. വേദന വരുന്നത് അസുഖം വളരെ സീരിയസ് ആയി എത്തുമ്പോഴാണ്. ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. പല്ലിലെ ചെറിയ ദ്വാരം. നിങ്ങൾ 6 മാസം കൂടുമ്പോൾ പോയാൽ ഡോക്ടർ ഒരു കുത്തുപോലെയുള്ള ദ്വാരം കാണും. എക്സ്റേയിൽ അത് വ്യക്തമാകും. 500 രൂപയുടെ ഒരു ചെറിയ ഫില്ലിംഗ്, 10 മിനിറ്റ്, വേദനയില്ല, പ്രശ്നം തീർന്നു. എന്നാൽ നിങ്ങൾ 2 വർഷം കാത്തിരുന്നു എന്ന് കരുതുക. ആ ചെറിയ ദ്വാരം വലുതായി പല്ലിന്റെ നെർവ് വരെ എത്തും. പിന്നെ വേണ്ടത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആണ്. 8000 രൂപ മുതൽ 15000 രൂപ വരെയാണ് ചെലവ്. 3-4 തവണ ക്ലിനിക്കിൽ പോകണം. കഠിനമായ വേദന വേറെയും. ഇപ്പൊ പറയൂ, 500 രൂപയാണോ നല്ലത്, അതോ 15000 വേദനയാണോ? രണ്ടാമത്തെ വലിയ അപകടം മോണരോഗമാണ്. ഇതിനെ സൈലന്റ് കില്ലർ എന്നാണ് വിളിക്കുന്നത്. ഇതിനൊരു വേദന ഉണ്ടാവില്ല. ബ്രഷ് ചെയ്യുമ്പോൾ കുറച്ച് ബ്ലഡ് വരും. നമ്മൾ അതിനെ നിസ്സാരാക്കി തള്ളിക്കളയും. പക്ഷെ ഉള്ളിൽ സംഭവിക്കുന്ന എന്താണ്? നിങ്ങളുടെ പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ല് പതുക്കെ പതുക്കെ അലിഞ്ഞ് ഇല്ലാതാവുകയാണ്. 6 മാസം, 1 വർഷം ഗ്യാപ്പ് ഇട്ട ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ അറിയും നിങ്ങളുടെ ആരോഗ്യമുള്ള പല്ല് ആടുന്നു. ഒരിക്കൽ ആ എല്ല് നഷ്ടപ്പെട്ട പിന്നെ ഒരു ചികിത്സ കൊണ്ടും ആ പല്ലിനെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. പറിച്ചു കളയേ വഴിയുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഇത് ജീവമരണ പ്രശ്നമാണ്. വായിലെ ക്യാൻസർ. ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറുകൾ ഒന്നാണ് ഇത്. പ്രധാന കാരണം പുകയില, പാൻ, സിഗരറ്റ് എന്നിവയുടെ ഉപയോഗം. ഇതിന്റെ തുടക്കം വളരെ നിസ്സാരമായിരിക്കും. നാവിലോ കവിളിലോ ഒരു ചെറിയ വെളുത്ത പാട്, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടും ഉണങ്ങാത്തൊരു മുറിവ്. നമ്മൾ വിചാരിക്കും സാധാരണ വായ്പുണ്ണാണെന്ന്. പക്ഷെ പരിശീലനം സിദ്ധിച്ച ഒരു ഡെന്റൽ ഡോക്ടറുടെ കണ്ണിൽപ്പെടുന്ന ആദ്യ ലക്ഷണമാണത്. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച 90% മുകളിൽ ആളുകളും പൂർണ്ണമായി സുഖം പ്രാപിക്കും. വൈകി കണ്ടുപിടിച്ച ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും 6 മാസം പോരാ. ചിലർക്ക് കൂടുതൽ ശ്രദ്ധ വേണം. പ്രമേഹം അഥവാ ഷുഗർ ഉള്ളവർക്ക് അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. പുക വലിക്കുന്നവർക്ക് ക്യാൻസർ സാധ്യത കൂടുതലാണ്. ബ്രേസസ് അല്ലെങ്കിൽ ക്ലിപ്പിട്ട കുട്ടികൾക്ക് ഭക്ഷണം കുടുങ്ങി പെട്ടെന്ന് ദ്വാരം വരാം. ഗർഭിണികളായ സ്ത്രീകൾക്ക് ഹോർമോൺ വ്യത്യാസം കാരണം മോണയിൽ നിന്ന് രക്തസ്രാവം സാധാരണമാണ്. നിങ്ങൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ 3-4 മാസം കൂടുമ്പോൾ തന്നെ ഡോക്ടറെ കാണണം. ഇതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. അതുകൊണ്ട് ഫ്രണ്ട്സ്, ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കൂ. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ കയ്യിലെടുക്കൂ, കലണ്ടർ ആപ്ലിക്കേഷൻ തുറക്കൂ. ഇന്നത്തേക്ക് കൃത്യം 6 മാസം കഴിഞ്ഞുള്ള തീയതി നോക്കി അവിടെ ഡെന്റൽ ചെക്കപ്പ് എന്ന് എഴുതി വയ്ക്കൂ. ഒരു റിമൈൻഡർ കൂടി സെറ്റ് ചെയ്യൂ. ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ 1000 രൂപയും വേദനയും ലാഭിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.